പഞ്ചകർമ്മം എന്ന് പറയുന്നത് നസ്യകർമ്മമാണ്. നസ്യകർമ്മം നമ്മുടെ ശിരസിലുള്ള രോഗങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതായത് ENT റിലേറ്റഡ് ആയിട്ട് വരുന്ന സൈനസൈറ്റിസ്, മൈഗ്രെയിൻ പോലെയുള്ള കണ്ടീഷനുകളിൽ, അതുപോലെ തന്നെ സർവൈക്കൽ സ്പോണ്ടൈലൈസിസ് പോലെയുള്ള കണ്ടീഷനുകളിലെല്ലാം നസ്യം ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. ഈ പഞ്ചകർമ്മ ചികിത്സകൾ പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. പഞ്ചകർമ്മയ്ക്ക് അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി ഫേസ് ഉണ്ട്. അതാണ് ഈ പൂർവ്വകർമ്മങ്ങൾ എന്ന് പറയുന്നത്. പൂർവ്വകർമ്മങ്ങളിലാണ് ഈ പറഞ്ഞ ഉഴിച്ചിൽ, പിഴിച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. പൂർവ്വകർമ്മങ്ങളിൽ നമ്മൾ ആദ്യം ഒരു രൂക്ഷണമാണ്, അതായത് പേഷ്യൻറ്റിൻ്റെ ദഹന വ്യവസ്ഥയെല്ലാം നേരെയാക്കുന്നതിന് വേണ്ടി ദീപനവാചനങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ കൊടുക്കും. അതിനുശേഷം രൂക്ഷമായിട്ടുള്ള സ്വേദങ്ങളും കിഴികളും ഒക്കെ ചെയ്തിട്ട് ശരീരത്തെ രൂക്ഷമാക്കിയതിന് ശേഷമാണ് സ്നേഹപ്രയോഗം ചെയ്യുന്നത്. സ്നേഹസ്വേദങ്ങളിൽ വരുന്നതാണ് പലതരത്തിലുള്ള കിഴികൾ. ഇലക്കിഴിയുണ്ട്, നാരങ്ങ കിഴിയുണ്ട്, ഞവര കിഴിയുണ്ട്, ഇതെല്ലാം ചെയ്യും. അതുപോലെ തന്നെ എണ്ണയിട്ട് തടവൽ, മസാജ്, അഭ്യംഗം എന്ന് പറയുന്ന ചികിത്സാ രീതി. അതുപോലെ നമ്മൾ സ്വേദനത്തിന് വേണ്ടിയിട്ട് സ്റ്റീം ബാത്തിൽ ഇരുത്തുക. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ പഞ്ചകർമ്മ പ്രൊസീജിയറുകൾ, ഈ ശോധന കർമ്മങ്ങൾ ചെയ്യുകയുള്ളൂ. ഈ പൂർവ്വകർമ്മങ്ങളും പ്രധാന കർമ്മമായിട്ടുള്ള പഞ്ചകർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ പശ്ചാത് കർമ്മമായിട്ട് പഥ്യം ആചരിക്കേണ്ടതുണ്ട്. പഞ്ചകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം പഥ്യം, നമ്മൾ എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തോ അത്രയും ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ദിവസമോ പഥ്യം അനുഷ്ഠിക്കേണ്ടതാണ്. പഥ്യത്തിൽ നമ്മുടെ ജീവിതശൈലികൾ ഉൾപ്പെടും, ആഹാര രീതികൾ ഉൾപ്പെടും. ശോധനക്രിയകൾ അല്ലെങ്കിൽ പഞ്ചകർമ്മ ക്രിയകൾ കഴിഞ്ഞതിന് ശേഷമുള്ള ആഹാരം വളരെ ലഘുവായിട്ടുള്ള ആഹാരമായിരിക്കണം. അമിതമായ എണ്ണയും കൊഴുപ്പ് ചേർക്കാത്ത ആഹാരമായിരിക്കണം. കാരണം പഞ്ചകർമ്മ ശോധന ചികിത്സകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശരീരം വളരെ ലഘുവായിരിക്കും. ഒരു ഡീടോക്സിഫൈഡ് എഫക്റ്റ് ആയിരിക്കും ശരീരത്തിന് അന്നേരം ഉണ്ടാകുന്നത്. സെല്ലുകളും എല്ലാം അതിൻ്റെ പ്യൂരിഫിക്കേഷൻ നടന്നിട്ടുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ആഹാരങ്ങൾ ലഘുവായിട്ടുള്ളത് വേണം അന്നേരം കഴിക്കാനുള്ളത്. അതുപോലെ തന്നെ പകലുറക്കം, വ്യായാമം, ഇതൊക്കെ ആ പഥ്യകാലത്തിൽ നമ്മൾ ഉപേക്ഷിക്കണം. അതുപോലെ ഒരുപാട് യാത്ര ചെയ്യുന്നതും ഒന്നും ആ സമയത്ത് ചെയ്യാൻ പാടില്ല. ഇത്രയും പൂർവ്വകർമ്മവും പഞ്ചകർമ്മവും പശ്ചാത് കർമ്മവും കംപ്ലീറ്റ് ആയിട്ട് പാലിക്കുമ്പോൾ മാത്രമേ ഒരു പഞ്ചകർമ്മ ചികിത്സ പരിപൂർണമാവുകയുള്ളൂ.